ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫുൾ ചിക്കൻ ഗ്രില്ല് ചെയ്തതും കപ്പയാണ് കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ ആദ്യം ചിക്കൻ ഗ്രില്ല് ചെയ്യാനായിട്ട് പോകണം കേട്ടോ. ഗ്രില്ല് ചെയ്യുന്നതിനെ മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മസാല മിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരി സ്പൈസ് മിക്സും ഇതിനകത്ത് ഓൾറെഡി സോൾട്ട് വരുന്നുണ്ട് കേട്ടോ, ഓൾറെഡി വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തൈരും പിന്നെ കുറച്ച് എണ്ണയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം മിക്സിന് വേണ്ടിയിട്ട് നമ്മൾ വേണ്ട ഒരു 4 ടീസ്പൂണ് പെരി പെരി മിക്സ് എടുക്കുന്നുണ്ട്. ഏകദേശം 4 സ്പൂൺ ഉണ്ട്. അതിലേക്ക് സോൾട്ട് ഉണ്ട്, എന്നാലും നമ്മുടെ കണക്കിന് ഒരു പൊട്ടി സോൾട്ട് കൂടി ഇട്ടേക്കാം. ഒരു 1/2 സ്പൂൺ ഉപ്പും കുറച്ച് ഗ്രീക്ക് യോഗോട്ട്. ഈ യോഗട്ട് എന്തിനു വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്? ഒന്ന് പേസ്റ്റ് ആവാൻ വേണ്ടിയിട്ട്, പിന്നെ ചിക്കൻ കുറച്ച് സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ചിക്കൻ സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് ശരിക്കും തൈര് ഇടുന്നത് അല്ലേ? പിന്നെ അതിൻ്റെ കൂടെ ഒരു 2 സ്പൂൺ എണ്ണയും കൂടി ചേർത്തേക്കാം. നമ്മളിപ്പോൾ ടീസ്പൂൺ യൂസ് ചെയ്യുന്നില്ല, പക്ഷെ അതിൻ്റെ കൂടെ ഏകദേശം 2 ടീസ്പൂണാണ് അതിൽ ഒഴിക്കേണ്ടത് കേട്ടോ. എന്നിട്ട് നമുക്കിതാ എല്ലാം കൂടെ നന്നായിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിലേക്ക് കോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, നമ്മളിനി ചിക്കനിലേക്ക് ഇത് പേസ്റ്റ് ചെയ്യാനായിട്ട് പോകണം കേട്ടോ. ഏകദേശം ഇത് മിക്സ് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്തിട്ട് എത്ര സമയം വെക്കണമായിരിക്കും? ഒരു 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം മസാലയൊക്കെ പിടിക്കും. 1 മണിക്കൂർ ഫ്രിഡ്ജിൽ തന്നെ വെക്കണം? പെട്ടെന്ന് മസാല പിടിക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് മസാല പിടിക്കുമല്ലേ. ഓക്കെ, ഏകദേശം 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ തന്നെ വെക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് ഇത് മസാലയൊക്കെ പിടിച്ച് നന്നായിട്ട് വരും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും ചിക്കന്. നന്നായിട്ട് ചിക്കനിലേക്ക് മസാല നല്ല തേച്ച് പിടിപ്പിക്കണം കേട്ടോ. എല്ലാ ഭാഗത്തും, ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നല്ലതായിട്ട് മസാല പിടിക്കണം, തേച്ച് പിടിപ്പിക്കണം. എനിക്ക് തോന്നുന്നു ചിക്കൻ ഉള്ളിലേക്ക് കുറച്ച് മസാല ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടുന്നുണ്ടോ അല്ലേ? അകത്തും അതിന്റെ ഫ്ലേവർ വരൂലേ. അല്ല, പെരിപ്പിരി മസാല വെച്ച് നമ്മൾ ആദ്യമായിട്ടല്ലേ ഉണ്ടാക്കുന്നത്? ഫുൾ ചിക്കൻ ആദ്യമായിട്ടാണ്, ഫുൾ ചിക്കൻ ഗ്രില്ല് ചെയ്യുന്ന ആദ്യമായിട്ടാണ് തോന്നുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം ഇത് ഗ്രില്ല് ചെയ്ത് കഴിയുമ്പോൾ എത്രത്തോളം പെരിപ്പിരി അവിടെ മിക്സ് വെച്ചിട്ട് ഗ്രില്ല് ചെയ്ത് കഴിയുമ്പോൾ എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു പെരിപ്പിരിയുടെ മിക്സ് വെച്ച് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു നല്ല ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ. ഈ ചിക്കന് അത്യാവശ്യം കുറച്ച് സ്പൈസി ആയിട്ടുണ്ടാവും, പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയത്തിനിടയ്ക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു കേട്ടോ. ഞങ്ങൾ ഒന്ന് ഫ്രഷായി, അതിനുശേഷം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നു. ഇതാണ് കേട്ടോ ഇപ്പോഴത്തെ കോസ്റ്റ്യൂം. ഇനിയിപ്പോൾ നമ്മൾ ചിക്കൻ ട്രൈയിലേക്ക് വെക്കാൻ പോകണം കേട്ടോ. ചിക്കൻ ഏകദേശം റെഡി ആയിട്ടുണ്ടെന്ന് സെറ്റായിട്ടുണ്ട്, മസാലയൊക്കെ പിടിച്ച്. ഇനിയിപ്പോൾ നമ്മൾ ഈ ട്രൈയിലേക്ക് വെച്ചിട്ട് ഓവനകത്തിലേക്ക് വെക്കാൻ പോകണം കേട്ടോ. നമ്മളിത് ട്രേയിലേക്ക് വെച്ചിട്ടുണ്ട് ചിക്കൻ.
മസാലയൊക്കെ ഏകദേശം നന്നായിട്ട് പിടിച്ചു. നമ്മൾ മസാലയിൽ ആഡ് ചെയ്തിരിക്കുന്നത് പെരിപ്പെരി ചിക്കനാണ് കേട്ടോ. പെരിപ്പെരി മസാലയാണ്. വേണമെങ്കിൽ നമുക്കിവിടെ ഒരു മുട്ട പുഴുങ്ങിയതൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ, ഗ്രില്ലായിട്ട്. നമ്മളിതാ ചിക്കൻ ഗ്രില്ല് ചെയ്യാനായിട്ട് വെക്കുവാണ് കേട്ടോ. നമ്മൾ ചിക്കൻ വെച്ചു. ഇനിയിപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല സമയം എടുക്കും കേട്ടോ ഒന്ന് ഗ്രില്ലായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി വെയിറ്റ് ചെയ്യാം. നമ്മൾ ഓൾറെഡി കപ്പ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കപ്പ ഇവിടെ റെഡിയാണ്. കപ്പ വേവിച്ചാണ് കേട്ടോ. കപ്പപ്പുഴുക്ക് നമ്മൾ ഓൾറെഡി റെഡിയാക്കിയിരുന്നു. പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. വീഡിയോ ബാറ്ററി ഓൾറെഡി ഡൗൺ ആയിപ്പോയി. ക്യാമറയുടെയും ഫോണിൻ്റെയും ഓൾറെഡി ഡൗൺ ആയിപ്പോയി. അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ എടുക്കാൻ പറ്റുന്നത്. ഇത് നോർമൽ നമ്മൾ കപ്പ എങ്ങനെയാണോ വേവിക്കുന്നത് അതുപോലെ തന്നെ, പ്രത്യേകിച്ച് അതിനകത്ത് വേറെ കൂട്ടൊന്നുമില്ല. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ആവി വറക്കുന്നുണ്ടോ? ചിക്കനിൽ നിന്ന് നല്ലവണ്ണം ആവി വറക്കുന്നുണ്ട് കേട്ടോ. നല്ല ചൂട് ചിക്കൻ. അതല്ല, ഇത് ഏകദേശം എത്ര സമയം എടുത്തിട്ട് റെഡി? ഏകദേശം ഒരു 40-45 മിനിറ്റോളം എടുത്തു അല്ലേ? ഏകദേശം ഒരു 40-45 മിനിറ്റോളം എടുത്തു കേട്ടോ ഇതൊന്ന് ഗ്രില്ലായി വരാൻ വേണ്ടിയിട്ട്. അതുപോലെ കപ്പ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ കപ്പയും ചിക്കനും കഴിക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ കപ്പ കഴിക്കുകയാണ് കേട്ടോ. ആ കപ്പ നല്ല തൈരും മുളക് കൂടെ ഉടച്ചതും അതിൻ്റെ കൂടെ നമ്മുടെ ഗ്രില്ല് ചെയ്ത നല്ല ചിക്കനും അത് രണ്ടും കൂടെ ഇങ്ങനെ എടുത്തിട്ട് അടിപൊളിയാണ് കേട്ടോ. അങ്ങനെയുണ്ട്, അടിപൊളിയല്ല? അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ ഒന്ന് ഷെയർ കൂടെ ചെയ്യണം കേട്ടോ.